അതേസമയം ഇടതുപക്ഷത്തിന്റെ കരുത്ത് പത്രസമ്മേളന വേദികളിലെ ശബ്ദങ്ങളിലല്ല, ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ വിശ്വാസത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നുണയുടെ ഘോഷയാത്രയ്ക്കെതിരെ ജനങ്ങളുടെ പ്രതികരണം ഉയരുന്നു. മിണ്ടാതിരിക്കരുത്, അസത്യങ്ങളെ ചോദ്യം ചെയ്യണമെന്ന് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. അർജുൻ രാജുണ്ട് വിവരങ്ങളുമായി. അർജുൻ, എന്തൊക്കെയാണ് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറയുന്നത്? തുടർന്ന് ഈ മാധ്യമ സമ്മേളനങ്ങൾ നടത്തുന്നതിൽ എന്തെങ്കിലും തീരുമാനം ഇടതുമുന്നണി കൈക്കൊള്ളാനുള്ള സാധ്യതയുണ്ടോ? ആനന്ദ്, തുടർന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. നാളെ രാവിലെ 10 മണിക്ക് AK സെന്ററിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തിരുവനന്തപുരത്താണ് നാളെ മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടി. ഇന്ന് അസാധാരണമായിട്ടുള്ള സംഭവങ്ങളാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിനിടെ സംഭവിച്ചത്. ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദ്യമുയർത്തി പ്രതിഷേധമുയർത്തുന്നതാണ് കണ്ടത്. മുഖ്യമന്ത്രി പിന്നീട് അതിന് മറുപടി നൽകുകയും ചെയ്തു. അല്പസമയം മുൻപ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലാണ് ഈ വിഷയം മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിന്റെ കരുത്ത് പത്രസമ്മേളന വേദികളിലെ ശബ്ദങ്ങളിലല്ല, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞ വിശ്വാസത്തിലാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അതായത് ഈ വിഷയത്തെ തന്നെയാണ് മുഖ്യമന്ത്രി അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് നുണകളുടെ ഘോഷയാത്രകൾക്കെതിരെ ജനങ്ങളുടെ പ്രതികരണം സ്വാഭാവികമായി ഉയരുന്നു. അത് രാഷ്ട്രീയ മറുപടി മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ ആകെ ജാഗ്രതയാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. നുണകൾ അതിവേഗത്തിൽ പടരുന്ന കാലമാണ്, പക്ഷേ സത്യത്തിന് ചിറക് നൽകുന്നത് നിങ്ങളെപ്പോലുള്ളവരാണ്. അതുകൊണ്ട് കെട്ടുകഥകൾക്ക് ആയുസ് കുറയുന്നുവെന്ന് ഇടതുപക്ഷ പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഈ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലും വാർത്താ സമ്മേളനം തുടരാൻ തന്നെയാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും അർജുൻ, അതാണ് പ്രസക്തമായ കാര്യം. അർജുൻ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് നാളെ രാവിലെ 10 മണിക്ക് KG സെന്ററിൽ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.